നമസ്തേ. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ദ്വിതീയഃ പാഠഃ. സെക്കൻഡ് ചാപ്റ്റർ ദുർബുദ്ധി വിനശ്യതി. ദുർബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ദുഷിച്ച ബുദ്ധി. വിനശ്യതി എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് നയിക്കും. അപ്പോ ദുഷിച്ച ബുദ്ധി അല്ലെങ്കിൽ ദുഷ്ടബുദ്ധി നാശത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പൊ നമുക്ക് ഈ കഥ എന്താന്ന് നോക്കാം. അസ്തി മഗധദേശേ ഫുല്ലോത്പല നാമ സരഹ. മഗധദേശ അതായത് മഗധ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുല്ലോത്പല എന്ന് പറഞ്ഞ സരഹ എന്ന് പറഞ്ഞ പോണ്ട്. അപ്പൊ മഗധ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഫുല്ലോത്പലഹ എന്ന് പറഞ്ഞ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. തത്ര സങ്കട വികടൗ ഹംസൗ നിവസതഃ. തത്ര എന്ന് പറഞ്ഞ അവിടെ, സങ്കട വികടവും അത് രണ്ട് ഹംസങ്ങളുടെ പേരാണ്, സങ്കടനും വികടനും. അപ്പൊ രണ്ട് സ്വാൻ ഉണ്ടായിരുന്നു. നിവസതഃ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നുണ്ടായിരുന്നു. കംബുഗ്രീവ നാമകഃ. കംബുഗ്രീവ എന്ന് പേരുള്ള തയോഹോ മിത്രം അവരുടെ മിത്രം ഫ്രണ്ട്. ഏകഹ കൂർമഹ ഒരു ടോട്ടോയിസ് ഒരു ആമ. അഭി തത്രൈവ പ്രതിവസതി സ്മ അവിടെ അവരുടെ ഒപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. മഗധ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഫുല്ലോത്പല എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോണ്ട് ഉണ്ടായിരുന്നു. അവിടെ രണ്ട് ഹംസങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് സങ്കടനും വികടനും. അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കംബുഗ്രീവ എന്ന് പേരുള്ള ഒരു കൂർമഹ ടോട്ടോയിസ്. അപ്പൊ ബാക്കി നോക്കാം. അത ഏകദ ദീവാരാഹ തത്ര അഗച്ഛൻ. ഏകദ എന്ന് പറഞ്ഞ വൺസ് ഒരു ദിവസം, ദീവാരാഹ എന്ന് പറഞ്ഞ ഫിഷർമാൻ അവിടെ വന്നു. തേ അകതയൻ അവര് പരസ്പരം പറഞ്ഞു. വയം ശ്വഹ മത്സ്യകൂർമാദീൻ മാരിഷ്യാമഹ. വയം എന്ന് പറഞ്ഞ നമ്മൾ, ശ്വഹ എന്ന് പറഞ്ഞ നാളെ, മത്സ്യകൂർമാദീൻ ഈ മത്സ്യങ്ങളെയും കൂർമ്മങ്ങളെയും മാരിഷ്യാമഹ നമുക്ക് കൊല്ലാം. ഫിഷർമാൻ പറഞ്ഞു നമുക്ക് നാളെ വന്നിട്ട് ഈ മത്സ്യങ്ങളെയും കൂർമ്മങ്ങളെയും കൊല്ലാം. അതായത് അവര് ഫിഷ് ചെയ്യാനായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഇവരെ ഫിഷ് ചെയ്യാം. ഏതത് ശ്രുത്വ കൂർമഹ അവദത്. ഇത് കേട്ടിട്ട് കൂർമ്മം അതായത് ടോട്ടോയിസ് പറഞ്ഞു. മിത്രേ കിം യുവാഭ്യാം ദീവാരാണാം വാർത്താ ശ്രുത. മിത്രേ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആ ഫിഷർമാൻ പറഞ്ഞ ന്യൂസ് കേട്ടില്ലേ? അതുന കിം അഹം കരോമി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഹംസൗ അവദതാം. അപ്പോൾ ആ സ്വാൻസ് പറഞ്ഞു. പ്രാതഃ യത് ഉചിതം തത് കർത്തവ്യം. അവർ നാളെ അല്ലേ വരുന്നത്. പ്രാതഃ എന്ന് പറഞ്ഞാൽ രാവിലെ, യത് ഉചിതം നാളെ രാവിലെ വരുമ്പോ അപ്പോൾ എന്താണ് തോന്നുന്നത് നമുക്ക് അപ്പോ അത് ചെയ്യാം. ഉർമഹ അവദത് മൈവം തത് യഥാ അഹം അന്യം ഹൃദം ഗച്ഛാമി തഥാ കുരുതാം. അപ്പോ ടോട്ടോയിസ് പറഞ്ഞു മൈവം പറ്റില്ല. തത് യഥാ അഹം അന്യം ഹൃദ്യം ഗച്ഛാമി തഥാ കുരുതാം. ഞാൻ വേറൊരു പോണ്ടിലേക്ക് താമസം മാറാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഹംസൗ അവദതാം. അപ്പൊ ഹംസങ്ങൾ പറഞ്ഞു ആവാം കിം കരവാവ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂർമഹ അവദത്. അപ്പൊ ടോട്ടോയിസ് പറഞ്ഞു അഹം യുവാഭ്യാം സഹ ആകാശമാർഗേണ അന്യത്ര ഗന്തും ഇച്ഛാമി. അഹം യുവാഭ്യാം ഞാൻ നിങ്ങളുടെ ഒപ്പം ആകാശമാർഗേണ ആകാശത്തിലൂടെ അന്യത്ര ഗന്തും ഇച്ഛാമി വേറൊരു പോണ്ടിലേക്ക് പോവാം. നിങ്ങളൊപ്പം ആകാശത്തിലൂടെ ഞാനും വരാം. ഹംസൗ അവദതാം. അപ്പൊ ഹംസങ്ങൾ പറഞ്ഞു അത്ര കഹ ഉപായഹ. ഇവിടെ എന്താ നീ പറയുന്നത്? ഇവിടെ എന്താ ഐഡിയ? കച്ച് പഹ വദതി. അപ്പൊ ടോട്ടോയിസ് പറഞ്ഞു യുവാം കാഷ്ടദണ്ഡം ഏകം ചഞ്ച്വ ധാരയത. യുവാം അതായത് നിങ്ങൾ രണ്ടും, കാഷ്ടദണ്ഡം എന്ന് പറഞ്ഞ ഒരു വടി, ഏകം ചഞ്ച്വ ധാരയത നിങ്ങൾ ഒരു വടി എടുത്തിട്ട് രണ്ടുപേരും നിങ്ങളുടെ വായിൽ വെക്ക, അതായത് ചുണ്ടില് വെക്ക. അഹം കാഷ്ടദണ്ഡ മധ്യേ അവലംബ്യ യുവയോഹോ പക്ഷബലേന സുഖേന ഗമിഷ്യാമി. ഞാൻ ആ വടിയുടെ നടുക്ക് തൂങ്ങിക്കിടന്ന് നിങ്ങളുടെ പറക്കുന്ന ശക്തിയോടെ ഞാനും വരാം. ഹംസൗ അഗതയത. അപ്പോ ഹംസങ്ങൾ പറഞ്ഞു സംഭവതി ഏഷഹ ഉപായഹ. ഈ ഐഡിയ വർക്കൗട്ട് ആവും. കിന്തു
അത്ര ഏകഹ അപായോപി വർത്തതെ. കിന്തു എന്ന് പറഞ്ഞാൽ ബട്ട്, പക്ഷെ ഇവിടെ ഒരു പ്രശ്നവുമുണ്ട്, ഒരു അപകടവുമുണ്ട്. ആവാഭ്യാം നിയമാനം ത്വാം അവലോക്യ ജനാഹ കിഞ്ചിത് വദിഷ്യതി ഏവ. ആവാഭ്യം നിയമാനം, ഞങ്ങളിലൊപ്പം ത്വാം അവലോക്യ നീ വന്ന, ജനാഹ കിഞ്ചിത് വദിഷ്യതി ഏവ ആൾക്കാര് നിന്നെ കണ്ടിട്ട് എന്തെങ്കിലൊക്കെ പറയും. യതി ത്വം ഉത്തരം ദാസ്യാമി എങ്ങാനും നീ ഉത്തരം കൊടുത്ത, തഥാ ഏവ തഥാ തവ മരണം നിശ്ചിതം അപ്പൊ നീ മരിച്ചു പോവും, നിന്റെ മരണം ഉറപ്പാണ്. അതഹ ത്വം അത്രൈവ വസ അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിക്കും. തത് ശ്രുത്വ ക്രൂധഃ കുർമഃ അവദത് അത് കേട്ടിട്ട് ദേഷ്യത്തോടെ ആ ടോട്ടോയിസ് പറഞ്ഞു, കിം അഹം മൂർഖഃ ഞാൻ എന്താ ഇത്ര മണ്ടനാണോ? ഉത്തരം ന ദാസ്യാമി ഞാൻ ഉത്തരമൊന്നും പറയില്ല. അതായത് ഇവിടെ നിൽക്കുന്ന ആൾക്കാര് എന്തെങ്കിലും ഈ ഹംസങ്ങളിലൊപ്പം ആമ പറക്കണ കണ്ട ഇവര് പറഞ്ഞു, നീ ഉത്തരം കൊടുക്കാൻ പോയാ താഴെ വീഴും, മരിച്ചു പോവും. അപ്പോ ഇവൻ പറഞ്ഞു, ഇല്ല ഞാൻ അത്ര മണ്ടനൊന്നല്ല, അവരെന്ത് പറഞ്ഞാലും ഞാൻ ഉത്തരം പറയത്തില്ല. കിഞ്ചിദപി ന വദിഷ്യാമി ഞാനൊന്നും മിണ്ടത്തുമില്ല. അതഹ അഹം യഥാ വദാമി അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത്, തഥാ യുവാം കുരുതാം അത് നിങ്ങൾ ചെയ്യുക. ഏവം കാഷ്ടദണ്ഡെ ലംബമാനം കൂർമ്മം പൗരാഹ അപശ്യൻ. കാഷ്ടദണ്ഡ എന്ന് പറഞ്ഞ ഈ വടിയുടെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന, ലംബമാനം എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന, കൂർമാഹ കൂർമഹ എന്ന് പറഞ്ഞ ടോട്ടോയിസ്, പൗരാഹ അപശ്യൻ ആൾക്കാര് കണ്ടു, ജനങ്ങൾ കണ്ടു. ഈ വടിയിൽ തൂങ്ങിക്കിടക്കുന്ന ടോട്ടോയിസിനെ ജനങ്ങൾ കണ്ടു. പശ്ചാത് അദാവൻ അവദച്ച അവരൊക്കെ ഓടി വന്നു. അദാവൻ എന്ന് പറഞ്ഞാൽ ഓടി വന്നു. അവദൻ പറയുകയും ചെയ്തു, ഹം ഹോ എന്റെ അമ്മോ മഹദാശ്ചര്യം ഇത് ഭയങ്കര ആശ്ചര്യമാണല്ലോ. ഹംസാഭ്യാം സഹ ഹംസങ്ങളുടെ ഒപ്പം, കൂർമോബി ഉടിയത് ഒരു കൂർമ്മവും പറക്കുന്നു. കശ്ചിത് വദതി ഒരാള് പറഞ്ഞു, യദ്യം കൂർമഹ കഥമഭി നിപതതി എങ്ങാനും ഈ ടോട്ടോയിസ് നിപതതി അതായത് താഴെ വീണ, തഥാ അത്രൈവ പക്വ ഞാൻ ഇവിടെ തന്നെ, പക്വ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത്, ഗാദിഷ്യാമി എങ്ങാനും ഈ ടോട്ടോയിസ് താഴെ വീണ ഞാൻ അതിനെ ഇപ്പൊ തന്നെ കൊന്നു തിന്നും. അപരഹ അവദത് വേറൊരാള് പറഞ്ഞു, സ്ഥലസ്ഥിരെ ദത്വ ഗാദിഷ്യാമി നമുക്ക് ഫോണിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം. അന്യഹ അഗതയത് വേറൊരാള് പറഞ്ഞു, ഗൃഹം നീത്വ ഭക്ഷിഷ്യാമി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി ഉണ്ടാക്കി കഴിക്കാം. തേഷാം തത് വചനം ശ്രുത്വ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് കൂർമഹ ക്രൂധഃ ജാതഃ ടോട്ടോയിസിന് ദേഷ്യം വന്നു, അയാളുടെ ദുഷ്ടബുദ്ധി വരാൻ തുടങ്ങി. മിത്രാഭ്യാം ദത്തം വചനം വിസ്മൃത്യ മിത്രങ്ങൾക്ക് കൊടുത്ത വാക്ക്, വചനം എന്ന് പറഞ്ഞ വാക്ക് മറന്നിട്ട്, സഹ അവദത് ടോട്ടോയിസ് മിണ്ടാൻ തുടങ്ങി. യൂയം ഭസ്മ ഗാദത പിന്നെ നീ എന്റെ ചാരം കഴിക്കും. തത് ക്ഷണമേവ കൂർമഹ ദണ്ഡാത് ഭൂമോ പതിതഃ അപ്പൊ തന്നെ, ദക്ഷണമേവ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ, കൂർമ്മം ദണ്ഡാത് ആ സ്റ്റിക്കിൽ നിന്ന് ടോട്ടോയിസ് ഭൂമിയിലേക്ക് വീണു. പൗരഹ സഹ മാരിതഃ താഴെ വീണ ഉടനെ ആൾക്കാർ അതിനെ കൊന്നു. അത ഏകോത്വം അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാം. സുഹൃദ്യാം ഹിതകാമനാം വാക്യം യോ ന അഭിനന്ദതി നമ്മളോട് സുഹൃത്തുക്കൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ, സാ കൂർമ ഏവ ദുർബുദ്ധി ആ കൂർമൻ ചെയ്ത പോലെ ദുഷിച്ച ബുദ്ധി വന്ന, കാഷ്ടാത് ഭ്രഷ്ടോ വിനശ്യതി താഴെ വീണു. അതായത് കൂർമ്മം ഈ ടോട്ടോയിസ് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഇത് അപകടമാണ്, ഇത് വേണ്ട എന്ന്. അത് കേൾക്കാണ്ട് ഇവർക്ക് കൊടുത്ത വാക്ക്, ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാണ്ട് അത് ചെയ്തപ്പോ താഴെ വീണു. നമ്മുടെ നല്ല ഫ്രണ്ട്സ് പറയുന്ന വാക്ക് കേട്ടില്ലെങ്കിൽ നമുക്കും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവും. അതാണ് കൺക്ലൂഷൻ ആയിട്ട് തന്നേക്കണ പോയം. അപ്പൊ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.